കിടക്കാൻ നേരത്തെ അധികാരികൾ ചെല്ലണം, എഴുന്നേൽക്കുമ്പോൾ ഈ അധികാരികൾ ചെല്ലണം. ഇങ്ങനെ പല ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ അടുത്തുണ്ട്. ഇത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യം എന്തായാലും മോർണിംഗിൽ എഴുന്നേറ്റിട്ട് കുറച്ച് സമയം നിങ്ങളുടെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കുക. എത്ര നിങ്ങൾക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ ലൈഫ് എത്ര ബിസി ആണെന്ന് പറഞ്ഞാലും, നിന്ന് തിരിയാൻ സമയമില്ല എന്ന് പറഞ്ഞാലും ഇത് ചെയ്തോ. ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ ജസ്റ്റ് റിഫ്ലക്ട് ചെയ്ത് ജസ്റ്റ് ഇരിക്കുക. ഒന്ന് ബ്രീത്തിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ എല്ലാ സിറ്റുവേഷനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ എന്താ, ഓരോ ഇമോഷൻസ് വരുമ്പോ ഇല്ലെങ്കിൽ ഓരോ ഇമോഷൻസ് വരുമ്പോ ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരും. സ്വാഭാവികമാണ്. നമ്മളിൽ 40,000 60,000 തോട്ട്സ് വരുമ്പോൾ ഇതെല്ലാം പോസിറ്റീവ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരും. ഇതൊക്കെ വരുമ്പോൾ ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ. ഓക്കെ. അപ്പോ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് റെസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ആ ഒരു പകലിന്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു റെസ്റ്റിംഗ് പീരീഡ് റബ്ബ് തന്നെ തന്നിട്ടുണ്ട്. അതിനിടയിലും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ ഒന്ന് നമ്മൾ ടയേർഡായി ഇല്ലെങ്കിൽ നമ്മുടെ ജോലികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ റിലാക്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ റിലാക്സിന് വേണ്ടിയിട്ട് ഈ ഫോൺ എടുത്താൽ പിന്നെ നമ്മൾ ഓരോന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പലതും നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ കയറ്റും. അങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ആവശ്യമുള്ളതായിരിക്കും. പലതും ചിലപ്പോൾ നല്ല നല്ല കണ്ടന്റുകളായിരിക്കും. പക്ഷെ ഒരുപാട് ഒരുപാട് ടൈം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ ടൈം ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എത്ര ടൈം നിങ്ങൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ചില ആളുകളൊക്കെ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പലപ്പോഴും ഈ കുറെ നാളുകൾക്കൊക്കെ മുന്നേ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് നമ്മളൊരു ബിസിയാണ് ഇപ്പോൾ. ബിസി ആണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളും തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബിസി ലൈഫിലാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ സ്ക്രോൾ ചെയ്യാനും അവർ സ്റ്റാറ്റസ് നോക്കിയോ ഇല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്തോ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മൾ പല സമയവും നമ്മുടെ വേസ്റ്റായി പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ ഈ വിജയിച്ച ആളുകൾക്ക് എങ്ങനെയാണ് വിജയിക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് വെച്ചാൽ അവർ ഫോക്കസ്ഡ് ആണ്. അവർ ചെയ്യുന്ന വർക്കിലാണ് അവർ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ റിസൾട്ടിലും കൂടി ഫോക്കസ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ടൈം ഒരുപാട് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിന് ഒരു മെസ്സേജ് അയച്ചു, അത് എടുത്തിട്ടുണ്ടോ, അത് കണ്ടിട്ടുണ്ടോ, അതിനെന്താ റിപ്ലൈ തരാൻ വൈകണേ, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ആരൊക്കെ കണ്ടു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വലിയ കല്യാണത്തിനോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുള്ള ആരോടും സംസാരിക്കാനൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ സംസാരിക്കാൻ തോന്നില്ല. അവരെന്ത് ചെയ്യും, നല്ലൊരു ഇല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്ത ആളുകൾ ഇല്ലെങ്കിൽ നമുക്ക് വലിയ പരിചയമൊന്നുമില്ല എന്നാലും കല്യാണത്തിന് വിളിച്ചു പോകണം. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോൺ എടുക്കുക, എന്നിട്ട് അതിൽ ഇങ്ങനെ ഓരോന്ന് ചിലപ്പോൾ ആരും മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ലെങ്കിലും വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഇത്. ഇല്ലെങ്കിൽ ഈ യൂട്യൂബ് തന്നെയാണെങ്കിലും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതിനൊരു അൽഗോരിതം ഉണ്ട്. ഇപ്പൊ ഈ അൽഗോരിതം വെച്ചിട്ട് അതിങ്ങനെ ഓരോന്ന് സജസ്റ്റ് ചെയ്യും. അതിന് ഏകദേശം നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ, കാരണം നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരു സാധനമാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ കാര്യങ്ങളൊക്കെ അതിന് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പൊ നമ്മളൊരു സാഡ് ഫേസിലൂടെ പോകണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പോണ വഴിക്ക് നമ്മൾ ഇതിങ്ങനെ കാണുന്നുണ്ടാവും, നമ്മളിലേക്ക് ആ സജഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ടച്ച് ചെയ്യും. അങ്ങനെ അത് റിലേറ്റ് ചെയ്തിട്ട് വീണ്ടും 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 കണ്ടന്റ്സ് നമുക്ക് ഇട്ടുതരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്കതൊന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല. ചില ഷോർട്സ് കാര്യങ്ങൾ നമുക്ക് ഒട്ടും ആവശ്യം ഉണ്ടാവില്ല. അതിന്റെ ഒരു ക്യാപ്ഷൻ ഇപ്പത്തെ ഒരു വേൾഡിൽ എങ്ങനെയെങ്കിലും ആളുകൾ റീച്ച് ഔട്ട് ചെയ്യണം എന്നുള്ള ഏത് പോസ്റ്റ് ഇട്ടാലും അത് ഉപകാരമുള്ളവരിലേക്ക് എത്തണം എന്നുള്ള ഒരു ഇന്റൻഷന് പകരമായിട്ട് ഇപ്പോൾ ഉള്ള ഒരു ഇന്റൻഷൻ എന്താ, എല്ലാ ആളുകളുടെയും പോസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഒക്കെ എല്ലാ ആളുകളുടെയും ഞാൻ ജനറൽ ആയിട്ട് പറയുന്നതാണ്. ഒരുപാട് നല്ല ഇന്റൻഷൻ ഉള്ള ആളുകളുണ്ട്. പക്ഷെ ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവരും റീച്ച് ചെയ്യണം, ഈ ഒരു പോസ്റ്റ് വൈറലാകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഓരോ കണ്ടന്റ് വിടുന്നത്. അപ്പൊ ഈ കണ്ടന്റിലൊക്കെ നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി എലമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എലമെന്റോ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. ചിലപ്പോൾ നമ്മളൊരു സംഭവം ഇങ്ങനെ കാണുമ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മുടെ ഇമോഷൻ ഇങ്ങനെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ ആയിരിക്കും. ഇതൊന്ന് കണ്ടു നോക്കൂ, ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ശരിക്കും അത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. കാരണം നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത്. ജസ്റ്റ് നമ്മൾ അത് നോക്കാനായിരിക്കുമല്ലോ, ചിലപ്പോൾ ഒന്ന് സമയം നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോൺ എടുത്തതായിരിക്കുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്യാപ്ഷൻ കണ്ട് ജസ്റ്റ് അതൊന്ന് ടച്ച് ചെയ്തു, പിന്നെ അത് റിലേറ്റ് ചെയ്ത് അടുത്തത് വന്നു, അതൊന്ന് ടച്ച് ചെയ്തു. അങ്ങനെ നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാവും.
ഈ ഒരു നോക്കലുകളും ഈ ഫോൺ സ്ക്രോളിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതുണ്ടല്ലോ, ഇത് ഈ ഒരു ഫോണിലൂടെ നമ്മൾ റിസീവ് ചെയ്യുന്നത്, ഈ ഫോണിലൂടെ നമ്മൾ റിസീവ് ചെയ്യുന്ന ചിലപ്പോൾ ഇൻഫർമേഷൻസ് ആയിരിക്കും, പക്ഷേ നമ്മൾക്ക് തന്നെ ഇത് പല ഇൻഫർമേഷൻസും പല രീതിയിലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ പ്രയാസമായിട്ട് മാറും. കാരണം ഓരോ ഇൻഫർമേഷനും ഓരോ രീതിയിലായിരിക്കും. ഓരോ വ്യക്തികളും ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലായിരിക്കും പറയാം. കൂടുതൽ ആളുകളും ഷോർട്സ് ഒക്കെ ഫീഡ് ചെയ്യുന്ന ആളുകളാണ്. ആളുകൾക്ക് ശ്രദ്ധ ഈ ഒരു നമുക്കൊരു ഫോക്കസ് ഉണ്ടല്ലോ ഒരു കാര്യത്തിൽ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാന്നുള്ളത്. ഈ ഒരു സംഭവത്തിന് ആളുകൾക്ക് താല്പര്യമില്ല. പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് വേണം. നമ്മൾ എന്തെങ്കിലും ഷോർട്സ്, ഈ ഷോർട്സ് ആണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം. ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ലോങ് വീഡിയോ കണ്ടാൽ അതിന് വലിപ്പം കൂടിയില്ലോ നീളം കൂടിയില്ലോ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അത് ഓടിച്ചിട്ട് കാണാം, നമുക്ക് എവിടെയോ സമയമില്ല, അല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കാനുള്ള ഒരു ക്ഷമയില്ലാത്തൊരു രൂപത്തിലേക്ക് നമ്മുടെ ഈ ഒരു ജനറേഷൻ മാറി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ജനറേഷൻ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകുന്ന രൂപത്തിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ജീവിക്കാൻ മറന്നു പോവുക. ഏഹ് നമ്മുടെ റിയൽ ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറന്നു പോകുന്നുണ്ട് പലപ്പോഴും. ഏഹ് ഏഹ് ഈ റിയാലിറ്റിയിൽ ജീവിക്കാൻ ഇനിയിപ്പോൾ നമ്മൾ ഈ ഫോണിലും കാര്യങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പല ക്യാരക്ടേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അവരുടെ യാഥാർത്ഥ്യമാണ്, ഇത് റിയാലിറ്റി ആണെന്നുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും എൻ്റെ ലൈഫിൽ ഇങ്ങനെയായാലും ഞാൻ ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ, അവരെത്ര സക്സസ്സിലാണ്. നമ്മൾ റിയൽ വേൾഡിലുള്ള മനുഷ്യന്മാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ മറന്നു പോവുക. അങ്ങനെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവരാണ് ഇപ്പോൾ നമ്മൾ കുറച്ചു നേരം നമ്മുടെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാം, ഇപ്പൊ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയി ഇരുന്നു ഫോൺ എടുത്തു, പിന്നെ നമ്മൾ ആ ഒരു ലോകത്തേക്കാണ് പോകുന്നത്. ആ ഒരു ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അത് നമ്മുടെ വീടിലേക്കായാലും ഇല്ലെങ്കിൽ ഒരുപാട് മെസ്സി ആയിട്ടുള്ള നോയ്സസ് ആയിട്ടുള്ള ഒരു വേൾഡാണ് ഫോൺ എന്ന് പറയുന്നത്. കാരണം പലതരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരും. നമുക്ക് ഇതൊന്നും എല്ലാം ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ പലതരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഇത് ആവശ്യമുള്ളതാണ്, ഇത് ആവശ്യമില്ലാത്തതാണ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം ഇമോഷണലായിട്ട് നമുക്ക് വന്നു അതിൽ ടച്ച് ചെയ്തു, ഓക്കെ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് ട്രിഗർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് എടുത്തു നോക്കാം. പക്ഷെ അത് ഇത്ര ടൈമായി, എൻ്റെ ടൈമിന് ഞാൻ വാല്യൂ കൊടുക്കണം. എനിക്ക് എൻ്റെ റബ്ബ് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് ടൈമാണ്. ഈ ലോകത്ത് എല്ലാ മനുഷ്യന്മാർക്കും അന്ന് കൊടുത്തിട്ടുള്ളത് ടൈമാണ്. ഈ ലോകത്ത് കോടിക്കണക്കിന് സമ്പാദിക്കുന്നവർക്കും മില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ നമ്മുടെ ടൈം തന്നെ കൊടുത്തിട്ടുള്ളത്. ചില ആളുകൾ ഒരുപാട് കമ്പനികൾ ഒരുമിച്ച് റൺ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർക്കും നമ്മുടെ അതേ സമയവും നമ്മുടെ അതേ എനർജിയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ എനർജി ഏതിലേക്ക് യൂസ് ചെയ്യണം? ഫോണിലേക്ക് യൂസ് ചെയ്യണം. ഓരോ ഇമോഷൻസ് ഇല്ലെങ്കിൽ ഓരോ റീൽസ് സ്ക്രോൾ ചെയ്യാനും ഓരോ റീൽസും ഷോർട്സും ഒക്കെ ഫീഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ എനർജി എടുക്കണോ, ഇതൊക്കെ നമുക്ക് സ്വയം തീരുമാനിക്കാം. അപ്പൊ നമ്മൾ അതിനാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് പല റീൽസ് കാണാനും അല്ലെങ്കിൽ പല ആളുകളൊക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാനും, അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും പറ്റണില്ല, ഈ ഒരു ഗിൽറ്റ് പോയിന്റിൽ ഇരിക്കാൻ, റിഗ്രറ്റ് പോയിന്റിൽ ഇരിക്കാൻ. ഇതൊക്കെ കഴിയുമ്പോൾ ഈ സ്ക്രോളിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഗിൽറ്റ് അടിക്കും, നമ്മൾ റിഗ്രഷനിലാവും. എനിക്ക് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഈ എന്താ പറയുക, എൻ്റെ മൈൻഡ് ഡിസ്റ്റർബ് ആയാൽ ഞാൻ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. ഞാനത് മനസ്സിലാക്കിയ സമയത്ത് ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ അവെയറായി. എനിക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉള്ള സമയത്തോ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകും. നമ്മുടെ സ്ട്രെസ് നമ്മൾ കുറച്ച് സമയത്തേക്ക് ഓർക്കൂല. ആ ഒരു ഇമോഷൻ ചിലപ്പോൾ ചിരിക്കാനുള്ളതായിരിക്കും, അപ്പോൾ ചിരിക്കാനുള്ളതായിട്ട് നമ്മളിങ്ങനെ ചിരിച്ചിരിക്കും. ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തേനേക്കാളും കൂടുതലുള്ള ഒരു ഇമോഷണൽ ട്രിഗറാണ് വരാൻ പോകുന്നതെന്ന് ഉള്ള യാഥാർത്ഥ്യമാണ്. അത് പലപ്പോഴും എക്സ്പീരിയൻസ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും ജീവിക്കാൻ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഫോണ് നമ്മൾ ഫോൺ യൂസ് ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ആവശ്യം. നമ്മൾ ഇപ്പൊ എനിക്കൊരു കാര്യം അറിയണം, ആ ഒരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തു, കാര്യം അറിഞ്ഞു, ഫോൺ
മാറ്റി വെച്ചു. നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ഉള്ള സാധനമാണ് ഫോണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഇപ്പോൾ നമുക്ക് ഈ ഒരു സെഷന്റെ കാര്യങ്ങൾ, അതിന്റെ പോസ്റ്റേഴ്സ്, അതിന്റെ കാര്യങ്ങൾ, റൈറ്റപ്പ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ സെഷൻ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ, ഡെയിലി ലൈഫിൽ ഇപ്പൊ മക്കളുടെ പഠന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയം വന്നാൽ ഫോൺ എടുക്കാൻ നോക്കുക, നമുക്കത് പെട്ടെന്ന് ആൻസർ കിട്ടും. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, നമുക്ക് ലൈഫ് എത്ര എളുപ്പത്തിന് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനും സ്വീകരിക്കാനൊക്കെ പറ്റും ഈ ഒരു ഫോണിലൂടെ. പല ഇൻഫർമേഷൻ നമുക്കറിയില്ല. ഒരു സമയത്ത് എനിക്ക് തോന്നി കുറച്ച് റിസർച്ച് ചെയ്യണം. എത്ര സിമ്പിളാണ് നമുക്ക് റിസർച്ച് ചെയ്യാൻ, പല കാര്യങ്ങൾ അറിയണം എങ്കിൽ നമുക്ക് എത്ര സിമ്പിൾ ആയിട്ട് അത് അറിയാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളിലേക്ക് നോക്കണം. ഏഹ് ഇത് നമ്മൾ മാനേജ് ചെയ്യുന്നത് ഈ ഫോണ് ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അൽഗോരിതം, മറ്റുള്ള ആളുകളുടെ ഒരു എന്താ പറയാ, അവരുടെ കണ്ടന്റ് ഒന്ന് റീച്ച് ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്ഷൻസ്, ഇതൊക്കെയാണ് എന്ത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മളുടെ കൺട്രോൾ വേറെ ആരുടെയും കയ്യിലല്ല കൊടുക്കേണ്ടത്, നമ്മുടെ കയ്യിലാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഈ ഫോണിൽ നിന്നിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ടോ, ജസ്റ്റ് എടുക്കുക, അതറിയുക, ഫോണ് മാറ്റി വെക്കുക. ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ റീൽസോ ഇല്ലെങ്കിൽ ഷോർട്സോ കണ്ടു, ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമ്മൾ അതിലൊന്നും ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഫോൺ എടുത്തു, നമ്മൾ കുറച്ച് ഷോർട്സും റീൽസൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ പിന്നെ നമ്മൾ എൻ്റെ ഇത്രയും സമയം പോയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ നമ്മൾ റിഗ്രറ്റ് അടിക്കാതിരിക്കുക. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നമ്മളൊക്കെ മനുഷ്യന്മാരാ, നമ്മൾ ഫോർഗീവ്നെസ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? നമ്മൾ നമുക്ക് ഫോർഗീവ്നെസ് ചെയ്ത് കൊടുത്തേ മതിയാവും. ഇല്ലാതെ നമ്മൾ റിഗ്രറ്റ് അടിച്ചാൽ വീണ്ടും ഇത് നെക്സ്റ്റ് ഡേ റിപ്പീറ്റ് ചെയ്യും. ഈ റിഗ്രഷൻ, ഗിൽറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസറാണ്. നമുക്ക് എന്ത് തെറ്റ് പറ്റുന്നുണ്ടെങ്കിലും, ഇന്ന് നമുക്ക് എന്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും നമ്മളെ ഗിൽറ്റ് ചെയ്യരുത്. ഗിൽറ്റ് ചെയ്താൽ നമ്മൾ ഏറ്റവും ഭൂമിയുടെ അടിയിൽ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടാവില്ല, ഈ പാതാളത്തിലേക്ക് നമ്മൾ അത്രയും ലോ എനർജിയിലേക്ക് നമ്മൾ പോകും. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. എന്താ പറയുക, ഒരുപാട് ഇമോഷൻസും ഒരുപാട് എന്താ പറയുക, ഒരു കാർമേഘം അല്ലെങ്കിൽ ഒരു കാലാവസ്ഥ പോലെയാ. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ നമുക്ക് സന്തോഷം, പല സമയത്ത് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. അങ്ങനെ പല സ്റ്റേജിലൂടെ നമ്മൾ പോകും. എല്ലാം നമ്മുടെ തന്നെ പല സമയത്തുള്ള പല വേർഷൻസാ. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ എല്ലാ സിറ്റുവേഷനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ എന്താ, ഓരോ ഇമോഷൻസ് വരുമ്പോൾ ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരും. സ്വാഭാവികമാണ്. നമ്മളിൽ 40,000 60,000 തോട്ട്സ് വരുമ്പോൾ ഇതെല്ലാം പോസിറ്റീവ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരും. ഇതൊക്കെ വരുമ്പോൾ ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, ഇങ്ങനെ ജഡ്ജ് ചെയ്യാതിരിക്കുക. നമ്മൾ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെയും ജഡ്ജ് ചെയ്യും. നമ്മൾ നമ്മളെ ജഡ്ജ് ചെയ്യരുത്. ആദ്യം നിർത്തേണ്ട ഒരു പരിപാടിയാണ് നമ്മളെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. എന്ത് കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഡിസ്റ്റർബാണ്. നമ്മുടെ ഉള്ളില് പലതും ഇങ്ങനെ തോന്നും. ഇത് മറ്റത് മറിച്ചത്, അങ്ങനെയാ ഇങ്ങനെയാവും, ഇങ്ങനെയാ അങ്ങനെയാവും, ഇങ്ങനെയുള്ള പല ചിന്തകൾ കൊണ്ട് നമ്മൾ പലപ്പോഴും ഡിസ്റ്റർബാണ്. നമുക്ക് ചില ആളുകളൊക്കെ ഇങ്ങനെ പുറത്ത് ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെ ഡിസ്റ്റർബൻസ് എത്രത്തോളം ആണെന്ന് അവർക്ക് പോലും അറിയില്ല. അത്രത്തോളം ഡിസ്റ്റർബിലായിരിക്കും. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാന് എന്താ പറയാ, നമ്മൾ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന അതിനുള്ള ഒരു ചെറിയ സ്റ്റെപ്പാണ്. ഏ ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന അതിനുള്ള ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇപ്പൊ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കണ്ടു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇതിപ്പോ ഒരു ഷോർട്സ് ഫീഡിങ് അല്ല, ഇത് നിങ്ങളിലേക്കുള്ള ഒരു റിഫ്ലക്ഷൻ ആണ്. ഇത് ഇങ്ങനെ ഇരുന്നിട്ട് ജസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് നിങ്ങളുടെ ക്ലാരിറ്റികളാണ്. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഒരു ആക്ഷനാണ് കിട്ടുന്നത്. ഏത് വേയിലൂടെ ഇനി പോകണം എന്നുള്ള ക്ലാരിറ്റിയാണ് നിങ്ങളിലേക്ക് കിട്ടുന്നത്. അപ്പൊ ഇതൊരിക്കലും ഒരു നഷ്ടമല്ല, നിങ്ങളെ കേൾക്കാനിരിക്കുന്ന ഒരു സമയം മാത്രമാണ്. ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി, ശരിക്കും നിങ്ങൾ കേൾക്കുന്നത് എന്നെയാണെങ്കിലും പലപ്പോഴും ഞാൻ പറയുന്ന പല കാര്യങ്ങളിലൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതും സോഷ്യൽ മീഡിയ ആണ്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഞാനും മനസ്സിലാക്കിയത് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ, മറ്റുള്ള ഓരോ
സെഷൻസ് ഒക്കെ പെയ്ഡ് ആയിട്ടും അങ്ങനെയും ഇങ്ങനെയൊക്കെ ഒരുപാട് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന്റെ ഞാൻ എന്നിലേക്ക് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഒരു റിസൾട്ടാണ്. ഞാൻ ഫോക്കസോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തെടുത്തതിന്റെ ആ ഒരു റിസൾട്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു അവയർനെസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവത്തെ സോഷ്യൽ മീഡിയയെ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ഇത്രയും വളർന്നു വന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു ആധുനികമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് വേണ്ടിയിട്ടൊന്ന് യൂസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അള്ളാ പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇല്ലെങ്കിൽ ഇനി നിങ്ങൾ കിച്ചണിൽ നിന്ന് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ആദ്യം തന്നെ ഈ ഫോൺ എടുക്കണതിന് വരും, ഇല്ലെങ്കിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫോൺ എടുത്താൽ നമുക്ക് പിന്നെ ഒരു ദിക്കറും ചെല്ലാൻ പറ്റൂല, ഒരു നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഈ ഫോണൊക്കെ എടുക്കുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ആ ചെയ്യാനുള്ള കാര്യങ്ങൾ, ആ അധികാരങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊരു ലബ്ധത്തിലൊരു എന്താ പറയാ, ആ ഒരു അത് ഫീൽ ചെയ്തിട്ട് ചെയ്യാം. അതിലും വലിയൊരു റാഹത്ത് കിട്ടുന്ന ഒരു പരിപാടി ഇല്ല എന്നുള്ളതാണ്. റബ്ബ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള ആ ഒരു റാഹത്തുള്ള ഒരു പരിപാടി ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ കുറച്ച് സമയം ഈ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ കിച്ചണിൽ നിന്ന് പണികൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മോർണിംഗിൽ തന്നെ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുക, നമ്മുടെ ബ്രീത്തിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് വളരെ റിലാക്സ് ചെയ്തിരിക്കുക. ഒന്നും ചെയ്യണ്ട, ഒരു സംഭവം എടുക്കണ്ട. ഞാനിത് കേട്ട സമയത്ത് റബ്ബേ, എനിക്ക് 3-4 കുട്ടികളുണ്ട്, വീട്ടിൽ ഇഷ്ടംമാതിരി ജോലിയുണ്ട്, വീട്ടില് എന്താ പറയാ പേരൻസ് ഉണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ ചെയ്യണം. ഇതിന്റെ ഇടയിൽ ഞാൻ എവിടെ ഇരിക്കാൻ, എനിക്ക് അതിനൊന്നും സമയമില്ല എന്ന് ചിന്തിച്ച ആളാ. പക്ഷെ ഞാൻ അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ലൈഫ് ഒരുപാട് മാറ്റങ്ങളിലേക്ക് വരാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഓരോ സമയത്തും ഓരോ ടോക്സ് വരുമ്പോഴും നമ്മൾ ഇവോൾവ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ എന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം, നമ്മൾ ഈ ഒരു സെഷൻസ് കേട്ടത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാവണം എന്നില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പോ നമുക്ക് ഒരുപാട് അറിവുകൾ എവിടെയും സുലഭമാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ മദ്രസകളിലും ഖുർആനിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. നമുക്കറിയാം, പലതും അറിയാം. സത്യം പറയണം, കൃത്യസമയത്ത് നിസ്കരിക്കണം, ഒതു എപ്പോഴും ഒതു എടുക്കണം, ഇല്ലെങ്കിൽ ഒതു എടുത്തതിന് ശേഷം ആ ഒരു ദിക്കറുകൾ ചെല്ലണം, കിടക്കാൻ നേരത്തെ അധികാരികൾ ചെല്ലണം, എഴുന്നേൽക്കുമ്പോൾ ഈ അധികാരികൾ ചെല്ലണം. ഇങ്ങനെ പല ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ അടുത്തുണ്ട്. ഇത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യം എന്തായാലും മോർണിംഗിൽ എഴുന്നേറ്റിട്ട് കുറച്ച് സമയം നിങ്ങളുടെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കുക. എത്ര നിങ്ങൾക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ ലൈഫ് എത്ര ബിസി ആണെന്ന് പറഞ്ഞാലും, നിന്ന് തിരിയാൻ സമയമില്ല എന്ന് പറഞ്ഞാലും, ഇത് ചെയ്തോ. ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ ജസ്റ്റ് റിഫ്ലക്ട് ചെയ്ത് ജസ്റ്റ് ഇരിക്കുക, ഒന്ന് ബ്രീത്തിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് ജസ്റ്റ് വെറുതെ ഇരിക്കുക. ഇൻഷാല്ലാ ഒരുപാട് ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യാം, ആ ഒരു കാര്യം ചെയ്തിട്ട് ഇന്ന് മുതൽ, ഇന്നിപ്പോ ഈ ഒരു സെഷൻ കഴിഞ്ഞ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരിക്കുക, നിങ്ങളുടെ ബ്രീത്തിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കുക. ഇൻഷാല്ല ചില ആളുകളൊക്കെ ഈ ഒരു മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ പണ്ട് പ്രാക്ടീസ് ചെയ്തായിരിക്കും, പക്ഷെ എവിടേക്കോ നമ്മൾ ബിസി ആയി കഴിയുമ്പോൾ എല്ലാം വിട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഇൻഷാല്ല അപ്പൊ ഇന്ന് സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു സൈലന്റ് ആയിട്ട് കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് അതിന്റെ ഒക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യട്ടെ. അപ്പൊ മറ്റുള്ള ആളുകൾക്ക്, ജോയിൻ ചെയ്യാത്ത ആളുകൾക്കൊക്കെ അതൊരു വലിയൊരു ഉപകാരമാവും. ഏതായാലും നമ്മൾ എന്ത് ചെയ്യാ, ഈ ഒരു വിസ്ഡംസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുക. അത് ഒരുപാട് പേരിലേക്ക് എത്തിയാൽ അതെപ്പോഴും വലിയ റിസൾട്ട് ആണ്. ഇൻഷാല്ല ഒരുപാട് പേരുടെ ലൈഫിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് പേർക്ക് ഈ ഒരു ആ ഒരു ഗിൽറ്റിൽ നിന്നും റിഗ്രഷനിൽ നിന്നൊക്കെ പുറത്തു വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കും അതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് ജസ്റ്റ് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ബാക്കിയുള്ള ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതി. ഇൻഷാല്ല ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മിസ് ഇപ്പൊ പറഞ്ഞില്ല, വേഗം നമ്മൾ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഫസ്റ്റ് അത് തീർത്തിട്ട് ഫോൺ എടുക്കാൻ. പക്ഷെ ഫസ്റ്റ് മെസ്സേജ് വരാൻ ഫോണിലൊന്ന് മെസ്സേജ് എല്ലാം നോക്കിയിട്ട് പണിയിലേക്ക് പോകാം. അങ്ങനെ പരമാവധി ശ്രമിക്കാറുണ്ട്. എന്നാലും ചില സമയത്ത് ആദ്യം ഒന്ന് ഫോൺ നോക്കിയിട്ട് അതിലേക്ക് പോകാന്നുള്ളൊരു മൈൻഡാ വരാം. അപ്പൊ ഒന്ന് മെസ്സേജ് നോക്കൂ, ചിലപ്പോൾ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോകും, പണി അവിടെ ബാക്കിയാവും. മിസ് പറഞ്ഞത് കറക്റ്റാണ്.
ഓക്കെ ഇൻഷാല്ലാ. എന്തായാലും ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതും ഇതിൽ നിന്നൊക്കെ ഒരുപാട് ചേഞ്ച് ഇന്റൻഷനലി മാറ്റം വരുത്തി ആ ഒരു ചേഞ്ചും ആ ഒരു ഹാപ്പിനെസ്സും എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് നിങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടേക്ക് അവേസ് അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പ് അതിന് യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്രൂപ്പ് അങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആരെങ്കിലും ന്യൂ ടോക്സ് ഗ്രൂപ്പ്, അതായത് മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിറ്റി അല്ലാത്ത വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇൻഷാല്ലാ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അതിലാണ് നിങ്ങൾക്ക് ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുക. ഇതിൽ ജോയിൻ ചെയ്യുന്ന നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ ഇന്ററാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പല ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറയും. അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഒന്ന് ഗൈഡ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക ഇൻഷാല്ലാ. അതിൽ ആക്റ്റീവായിട്ട് നിൽക്കാത്ത ആളുകളെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതുമായിരിക്കും. അവർ കമ്മ്യൂണിറ്റിയിൽ മാത്രം നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഇതിനോടൊക്കെ അലൈൻ ചെയ്ത് പോകാം. എനിക്ക് എന്താ പറയുക, പറയാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ. അതിനെടുക്കേണ്ട ആക്ഷൻസ് നിങ്ങളാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് സ്വയം തീരുമാനിക്കാം. അങ്ങനെ സ്വയം തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ കാണാം. എന്തായാലും ഈ ഒരു സെഷനൊക്കെ കഴിഞ്ഞ പാടെ ഒരു ഇന്റൻഷനൊക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്കും അല്ലെങ്കിൽ അവർക്കും ഇത് ഉപകാരപ്പെടും. ഈ സെഷനിൽ വെറുതെ ഇരുന്നാൽ തന്നെ ഒരു അവയർനെസ് ഷിഫ്റ്റ് ആവും, തീർച്ചയായിട്ടും ഷിഫ്റ്റ് ആവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകൾക്ക് കൂടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു 5 പേർക്കെങ്കിലും ഇതൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മോർണിംഗിൽ എല്ലാ സാറ്റർഡേയിലും നടക്കുന്ന ഫ്രീ ആയിട്ടുള്ള സെഷനാണ്, ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടേതായ വോയിസ് ഒക്കെ അയച്ചിട്ട് ഇത് ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഒരുപാട് ലൈഫിൽ ഒരുപാട് സ്ത്രീകൾക്ക് നമുക്ക് ഒരു സന്തോഷം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഒരു സ്ത്രീയാണ്. അപ്പോൾ എല്ലാ സ്ത്രീകളും പോകുന്ന ഇമോഷൻസിലൂടെ ഒക്കെ പാസ് ചെയ്തിട്ട് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അതിനൊക്കെ എങ്ങനെ മാറ്റണം, ഇതിനൊക്കെ എങ്ങനെ മാറ്റിയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആവാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് റിസർച്ച് ചെയ്ത് അതിലൂടെ പോയി അതിനെ മറികടന്നെന്ന് പറഞ്ഞാൽ അതിനെ ഓവർകം ചെയ്ത് ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാല്ല തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ മറ്റുള്ള ആളുകൾക്കും ഇത് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷാല്ല. അപ്പോൾ നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് കാണാം ഇൻഷാല്ല. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി ജസാക്കല്ലാഹു ഖൈർ.